ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അത്തിപ്പഴങ്ങളാണ്. മരത്തിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്ത അത്തിപ്പഴങ്ങൾ നമുക്കിനി ഒരു പാത്രത്തിലോട്ട് കുടഞ്ഞിടാൻ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി പറിച്ചെടുത്ത നേരിട്ട് മരത്തിൽ നിന്നും പറിച്ചെടുത്ത അത്തിപ്പഴങ്ങളാണിത്. നല്ല പഴുത്ത അത്തിപ്പഴങ്ങളാണ്. ഇത് പച്ച നിറത്തിലുള്ള അത്തിപ്പഴങ്ങളാണ്. പർപ്പിൾ നിറത്തിലുള്ള അത്തിപ്പഴങ്ങളും ഉണ്ട്. അതവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അധികം പർപ്പിൾ നിറം വന്നിട്ടില്ലായിരുന്നു. പക്ഷെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള അത്തിപ്പഴങ്ങളും ഈ പച്ച നിറത്തിലുള്ള അത്തിപ്പഴങ്ങളും ഉണ്ട്. പഴുത്തത് നോക്കിയാണ് ഇവിടെ പറിച്ചിരിക്കുന്നത്. ഞാൻ മരത്തിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്താണ്. ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈവിലുണ്ട് ഞാൻ നേരിട്ട് മരത്തിൽ നിന്നും പറിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു സഞ്ചിയുടെ പകുതിയോളം ഉണ്ട്. ഞാനിത് പിന്നെ ഒരു പാത്രത്തിലോട്ട് ഇടുവാണ്, പെരിയെ ഇടുവാണ്. ഒത്തിരി നമ്മൾ ഹാർഡായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. പെരിയെ ഇടാം. ഇവിടെ എല്ലാ വീടുകളിലും ഇഷ്ടം പോലെ അത്തിപ്പഴങ്ങളുണ്ട്. കണ്ടോ, നല്ല ഇത് ഞാൻ സിസറും കൊണ്ട് നേരിട്ട് പിന്നെ പൊട്ടാതെയൊക്കെ പിന്നെ പറിച്ചെടുത്താണ് മരത്തിൽ നിന്ന്, അല്ലാതെ തറയിൽ കിടന്നതോ ഒന്നുമല്ല. ഇതിനകത്ത് കറയുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ നല്ല സോഫ്റ്റായിട്ടുള്ളതാണ് ഈ അത്തിപ്പഴം എന്ന് പറയുന്നത്. വളരെ സോഫ്റ്റായിരിക്കും. നമ്മൾ കൈകൊണ്ടോ ഒക്കെ ഒന്ന് പിന്നെ തൊട്ടാൽ പോലും അതിങ്ങനെ കണ്ടോ ഇങ്ങനെ പൊട്ടിപ്പോകും. ഇത്രയ്ക്ക് സോഫ്റ്റാണ് അത്തിപ്പഴങ്ങളെന്ന് പറയുന്നത്. നല്ല പഴുത്തതായതുകൊണ്ട് പിന്നെ നമ്മൾ നേരിട്ട് മരത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ച് പറിച്ചൊക്കെ എടുത്താൽ തന്നെ അത് പൊട്ടിപ്പോകും. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളത്തില്ല. നമ്മളിത് കഴിക്കുന്നതിന് മുമ്പ് ഒരെണ്ണം എടുത്ത് പിന്നെ കഴുകിയിട്ട് കഴിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകാം. അവിടെ നിന്ന് സ്വല്പം പിന്നെ ഇച്ചിരി പുതിനയുടെ ഇലയും കൂടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി സ്വല്പം ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ് കിടക്കുന്നത്. നമ്മൾ കഴിക്കാൻ നേരം മാത്രമേ ഇത് കഴുകിയെടുക്കാവൂ. അതിന് മുന്നേ നമ്മൾ നേരത്തെ നമ്മൾ ആപ്പിളൊക്കെ കഴുകി വെക്കുന്ന പോലെ ഒന്നും കഴുകി വെക്കരുത്. നല്ല മധുരമുള്ള നല്ല ഫ്രഷായിട്ടുള്ള മരത്തിൽ നിന്ന് പറിച്ചെടുത്ത അത്തിപ്പഴങ്ങളാണിത്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കും. എന്നിട്ട് ഒത്തിരി പഴുത്തതായതുകൊണ്ട് നമ്മളിനിയും വെളിയിലൊന്നും വെക്കാൻ ഒക്കത്തില്ല. പിന്നെ ഒട്ടും കേടുവരാതെ പൊട്ടിപ്പോകാതെയാണ് സിസറും കൊണ്ട് ഇങ്ങനെ ഞെടിപ്പിൻ്റെ അവിടെ ഇങ്ങനെ മുറിച്ചെടുത്തത്. നല്ല മധുരമാണ്. ഇപ്പം ഞാൻ കഴുകിയെടുത്താണിത്. നല്ല മധുരം എന്ന് പറഞ്ഞാൽ തേനിൻ്റെ മധുരമാണ് ഈ അത്തിപ്പഴത്തിൻ്റെ മധുരം. കടകളിൽ നിന്നൊക്കെ നമ്മളിത് വാങ്ങിക്കുവാണെങ്കിൽ നല്ല വിലയാണ്. പിന്നെ ഇവിടെ എല്ലാ വീടുകളിലും ഉണ്ട് അത്തിമരം. എല്ലാ അസുഖങ്ങൾക്കും അത്തിപ്പഴം നല്ലതാണെന്നാണ് പറയുന്നത്. കണ്ടല്ലോ, ഞാൻ ലൈവിൽ ഇട്ടിട്ടുണ്ട് അത്തിപ്പഴം. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഞാൻ അവരുടെ വീട്ടിൽ പോയി അത്തിപ്പഴം മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ അത്തിപ്പഴം പറിച്ചെടുത്ത ചെറിയൊരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇതെല്ലാം പഴുത്തതാണ്. പഴുത്ത് ഉണ്ടോ, നെക്ക് കൊള്ളുന്നുണ്ട്. ഇത് നല്ല എല്ലാം പഴുത്താണ്. നല്ല മധുരമുണ്ട്.